ഹായ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീനിധി ബൊട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 28 ഇഞ്ച് ചെസ്റ്റ് വണ്ണമുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യമേ നമുക്കിത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ബാക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ്, അതുപോലെ തന്നെ പ്രിൻസസ് കട്ടാണ്. ബാക്കി നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത് അതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിന്റെ ലെങ്ത് എടുക്കാം. 16 ഇഞ്ച് ലെങ്ത് ആണ് നമുക്കിതിന് വേണ്ടിയത്. ഞാൻ അതിന് 2 ഇഞ്ച് കൂട്ടി 18 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 18 ഇഞ്ച് എന്തിനാണ് അടയാളപ്പെടുത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ 2 ഇഞ്ച് താഴ്ഭാഗം മടക്കി തയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് 18 ഇഞ്ച് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് അത് മടക്കി തയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ പടി വെച്ച് കൊടുക്കാം. പടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് മാത്രം കൂടുതൽ എടുത്താൽ മതി. ഇതൊരു ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പാണ്. നമുക്ക് ഈ സൈഡിൽ നിന്നാണ് ഞാൻ ഇതിനെ ബാക്ക് പീസിന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഞാൻ മൊത്തം തുണി 11 ഇഞ്ചാണ് ഇതിനെ എടുത്തിട്ടുള്ളത്. 11 ഇഞ്ച് എടുത്തിട്ടുള്ളത് എന്തിനാണെന്ന് നമുക്ക് പിന്നീട് പറഞ്ഞു തരാം. 2 ഇഞ്ചാണ് കഴുത്തകലം അടയാളപ്പെടുത്തുന്നത്. ഒരു 5 ഇഞ്ച് ബാക്ക് നെക്കിനെ അടയാളപ്പെടുത്തി കൊടുക്കണം. അതിനെ നമ്മളൊരു ബോക്സ് ആക്കി മാറ്റിക്കൊണ്ട് ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഷോൾഡർ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. കുട്ടികൾക്കായതുകൊണ്ട് 3 ഇഞ്ചൊക്കെ ഷോൾഡർ മതി. അതുപോലെ തന്നെ ഒരു 5 ഇഞ്ച് നമുക്ക് ആം ഹോള് അടയാളപ്പെടുത്തി കൊടുക്കാം. 5 അല്ലെങ്കിൽ 5.5 ഇഞ്ച് ഇച്ചിരി ലൂസ് കിട്ടാൻ വേണ്ടി 5.5 ഇഞ്ച് വേണമെങ്കിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്താം. നമ്മൾ ഈ കൈക്കുഴി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്താണ് ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തുന്നത്. ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തുന്നതിന് മുമ്പ് നമുക്ക് ഈ കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. കോർണറിൽ നിന്നും ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി വരച്ച് ഇവിടെ നിന്ന് ഇതിനെ ഇങ്ങനെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്താം. ഞാൻ എപ്പോഴും ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തുമ്പോൾ 4 ഇഞ്ച് കൂട്ടിയിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നമ്മളിത് 4ആയിട്ട് മടക്കിയിട്ടൊരു തുണിയാണ്, അതുകൊണ്ട് തന്നെ 4-1 കണ്ടിട്ടാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പം 28 ഇഞ്ച് ചെസ്റ്റ് വണ്ണമുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. 28ന്റെ കൂടെ 4 ഇഞ്ച് കൂടെ കൂട്ടി 32. ആ 32നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് 8 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 8 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടി അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്നും താഴേക്കൊരു 12 ഇഞ്ച് വേസ്റ്റ് അളവ് അടയാളപ്പെടുത്തി കൊടുക്കാം. വേസ്റ്റിന്റെ വണ്ണം എന്ന് പറയുന്നത് 24 ഇഞ്ചാണ്. അതിന്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂട്ടി 28 ഇഞ്ച്. 28നെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്ക് 7 ഇഞ്ച് കിട്ടും. ആ 7 ഇഞ്ച് അടയാളപ്പെടുത്തുക. അവിടെ നിന്ന് 1.5 ഇഞ്ച് സീം അലയൻസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഹിപ്പിന്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഹിപ്പളവ് നമുക്ക് എത്ര വണ്ണം ഇറക്കമാണോ വേണ്ടത് അവിടെ 16 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന്
ഹിപ്പ് 28 ഇഞ്ചാണ്. അതിന്റെ കൂടെ ഞാൻ 2 ഇഞ്ച് മാത്രമാണ് കൂടുതൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ലൂസ് കിടക്കും. 28ഉം 2ഉം 30. 30നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് 7.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. 1.5 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക് പീസിനെ കട്ട് ചെയ്ത് മാറ്റാം. ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ മടക്ക് അല്ലാത്ത വശത്താണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലാണ് നെക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത്. പ്രിൻസസ് കട്ട് വെട്ടുമ്പോൾ നമ്മൾ എപ്പോഴും തുണി കൂടുതൽ ഇട്ട് വേണം മടക്കി ഇട്ട് കൊടുക്കുന്നതിന്. അതിനുവേണ്ടിയാണ് ഞാൻ ഇതിന് 11 ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇതേ രീതിയിലാണ് ഈ ബാക്ക് പീസിനെ നമ്മൾ വെട്ടിയെടുത്ത ബാക്ക് പീസിന്റെ ഒരു പീസ് എടുത്ത് ഇതേ രീതിയിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്, അതായത് നമ്മൾ നിൽക്കുന്ന വശത്തേക്ക്, മടക്ക് വരുന്ന വശത്തേക്ക് നെക്ക് വരുന്ന രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് തുണി ഇതേ രീതിയിൽ തന്നെ ലാഭിക്കാൻ പറ്റും. എന്നാൽ നമ്മൾ ഇതിങ്ങനെ തന്നെ ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ തുണി നമുക്ക് കൂടുതൽ വേണ്ടി വരും. പിന്നെ നമുക്ക് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ നിൽക്കുന്ന ഭാഗം കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിന്റെ ലെങ്ത് ബാക്ക് പീസിനെക്കാട്ടിൽ ഒരു 1 ഇഞ്ച് നമുക്ക് കൂടുതലായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പ്രിൻസസ് കട്ട് വരുമ്പോൾ നമുക്ക് എപ്പോഴും തുണി കൂടുതലായിട്ട് തന്നെ വേണം. ഇനി നമുക്ക് ഷോൾഡറും കൈക്കുഴിയൊക്കെ അതേ രീതിയിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ താഴ്ഭാഗം അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതിനെക്കാട്ടിൽ ഒരു 1 ഇഞ്ച് കൂടുതൽ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ഭാഗം കട്ടായി പോകും. ഇവിടെ നിന്ന് 1 ഇഞ്ച് കൂടുതലായിട്ട് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ഇത്രയും തുണി കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. ഇവിടെ ചെസ്റ്റ് അടയാളപ്പെടുത്തിയിരിക്കുന്നിടത്ത് നമ്മൾ അധികം കൂടുതലൊന്നും അടയാളപ്പെടുത്തേണ്ട കാര്യമില്ല. അവിടെ നിന്നും ഇതേ ഒരു ഷേപ്പില് ഇങ്ങനെ വരച്ചെടുക്കണം. ഇനി അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് നെക്ക് ഇതിൽ അടയാളപ്പെടുത്തുന്നില്ല. അത് നമ്മൾ പിന്നെ ക്യാൻവാസ് ചെയ്ത് വെച്ചാണ് ഫ്രണ്ട് നെക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ബാക്ക് പീസിനെ മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിനി പ്രിൻസസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാണ് വേണ്ടത്. അതിനു വേണ്ടി ഈ മടക്ക് വശത്ത് നിന്ന് ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ മടക്ക് വശമാണ് വരുന്നത്. ഫ്രണ്ട് ഓപ്പൺ അല്ല, ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്കൊരു 3.25 ഇഞ്ച് ഈ സൈഡിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇത് ചെറിയ കുട്ടികൾക്കുള്ളതായതുകൊണ്ടാണ് 3.25 അടയാളപ്പെടുത്തുന്നത്. നമുക്ക് അതിന് വലിയ ഉള്ളവർക്കാണെങ്കിൽ 4 ഇഞ്ച് അല്ലെങ്കിൽ 4.5 ഇഞ്ച് അങ്ങനെ വണ്ണത്തിനനുസരിച്ച് വ്യത്യാസം വരുത്തേണ്ടി വരും. ഇനി നമുക്ക് ഇവിടെ നിന്നും ഇങ്ങോട്ട് ഒരു 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ സൈഡിലേക്കും ഒരു 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഷോൾഡറിൽ നിന്നും ഒരു 8 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ അതുപോലെ തന്നെ 3.25 തന്നെ കറക്റ്റ് ഉണ്ടോ എന്നൊന്ന് നോക്കണം. ഇനി നമുക്ക് ഇവിടെ നിന്നും മുകളിലേക്കൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം.
ഇതും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് നമ്മൾ വരയ്ക്കുമ്പോൾ മുകളിലേക്ക് വന്ന് ഇവിടെ വന്നൊന്ന് ചരിച്ച് ഇതേ രീതിയിൽ വേണം അടയാളപ്പെടുത്തി കൊടുക്കാൻ. അതിനുശേഷം നമുക്ക് ഈ ആം ഹോളിന്റെ ഒരു സെന്റർ ഭാഗം കണ്ടുപിടിക്കണം. ഇത് 8.5 ഇഞ്ചുണ്ട്. അപ്പൊ ഒരു 4.25 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നിന്നും ഇങ്ങനെ ചരിച്ച് ഈ 4.25ലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒന്ന് പിൻ കുത്തി കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം ഷോൾഡർ ഇതേ രീതിയിൽ കട്ട് ചെയ്ത്, അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പീസിന്റെ കൈക്കുഴി ഒന്ന് ഇതേ രീതിയിലൊന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തു കൂടി ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഈ മാർക്കിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ മാർക്കിൽ കൂടിയും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതേ രീതിയിലാണ് നമുക്ക് പ്രിൻസസ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സ്ലീവ് ആണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അതിന് മുമ്പ് നമുക്ക് ഈ ആം ഹോള് എത്രയുണ്ടെന്നൊന്ന് നോക്കാം. 9 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് തുണിയെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുക്കണം. ഞാൻ ഇതിനൊരു പഫ് സ്ലീവ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം. താഴെ ഒരു പടി വന്നിട്ടുള്ള പഫ് സ്ലീവ് ആണ് ചെയ്യുന്നത്. ഒരു 6 ഇഞ്ചാണ് ഞാൻ ഇതിനു വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 3 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് താഴേക്ക് ചരിച്ച് ഇവിടെ അതുപോലെ തന്നെ 3 ഇഞ്ച് 6 ഇഞ്ച് എടുത്തിട്ട് അവിടെ നിന്നൊരു 3 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2.5 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിനെ ആ 2.5 ഇഞ്ചിലേക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നിടത്തു നിന്നും ഒരു 2.5 ഇഞ്ച് ഈ സൈഡിലേക്ക് നീക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു 3 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് പഫ് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഭാഗത്തു നിന്നും മുകളിലേക്ക് ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതിലേക്കൊന്ന് മാർക്ക് ചെയ്ത് ഇതേ രീതിയിൽ എടുക്കുക. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് 9 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ആ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ 2.5 ഇഞ്ച് വീതിയുള്ള 2 തുണി വെട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കൈക്ക് പടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനെ മടക്കി 1 ഇഞ്ചിലാണ് നമ്മൾ ഈ പടിയെ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് തയ്യൽ തുമ്പും കൂടെ ചേർത്താണ് നമ്മളിതിന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കൊരു പ്രിൻസസ് കട്ട് ബ്ലൗസിന് എന്ന് പറയുന്നത് ഇത്രയുമാണ്
നമുക്ക് വന്നിട്ടുള്ളത്. ഇത്രയുമാണ് പ്രിൻസസ് കട്ട് ബ്ലൗസിന്റെ കട്ടിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇതിന്റെ സ്റ്റിച്ചിങ് പാർട്ടുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.